ചിറയിൻകീഴ് മഹാരാജാസ് കോളേജിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹാർദമായ സ്വാഗതം. +1 ബയോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. +1 ബയോളജിയിലെ ആദ്യ ചാപ്റ്റർ ആയിട്ടുള്ളത് ദ ലിവിങ് വേൾഡ് എന്ന ചാപ്റ്റർ, അത് സുവോളജിയിൽ ഉൾപ്പെടുന്ന ചാപ്റ്റർ ആണെങ്കിൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്റർ ബോട്ടണിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് +1 ബോട്ടണിയിൽ നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ള ചാപ്റ്ററാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്റർ. എന്താണ് ക്ലാസിഫിക്കേഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ക്ലാസിഫൈ ചെയ്യുക, വേർതിരിക്കുക, വർഗീകരിക്കുക എന്നാണ് അർത്ഥം, അല്ലേ? അപ്പോൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് ഓർഡറിങ് ഓഫ് ഓർഗാനിസംസ് ഇൻ എ ഹൈറാർക്കിയൽ സീരീസ് ഓഫ് ഗ്രൂപ്പ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ റിലേഷൻഷിപ്പ്, മോർഫോളജിക്കൽ, എവല്യൂഷണറി ആൻഡ് അതേഴ്സ്. ഓർഗാനിസങ്ങളെ നമ്മൾ ശാസ്ത്രീയമായി സയൻറ്റിഫിക്കായിട്ട് നമ്മൾ അവയെ ക്ലാസിഫൈ ചെയ്യുകയാണ്. ഇൻ എ ഹൈറാർക്കിയൽ സീരീസ് ഓഫ് ഗ്രൂപ്പ്സ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ, സുവോളജി ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർഗാനിസങ്ങളെ 7 ലെവലുകളായിട്ട് 7 കാറ്റഗറിയായി നമ്മൾ തരംതിരിക്കുന്നു. അപ്പം അത്തരത്തിൽ ഓർഗാനിസങ്ങളെ നമ്മൾ വ്യത്യസ്തങ്ങളായ കാറ്റഗറിയായി ഗ്രൂപ്പുകളാക്കി തരംതിരിക്കുകയാണ്. എന്തിനെല്ലാം അടിസ്ഥാനത്തിൽ? അവ തമ്മിലുള്ള മോർഫോളജിക്കൽ റിലേഷൻഷിപ്പ്, അവ തമ്മിലുള്ള അവയുടെ എക്സ്റ്റേണൽ സ്ട്രക്ചറിലുള്ള അഥവാ പുറം ഘടനയിൽ, ബാഹ്യഘടനയിലുള്ള വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ എവല്യൂഷണറി റിലേഷൻഷിപ്പ്, അവ തമ്മിൽ അവരുടെ പരിണാമപരമായിട്ടുള്ള ഏത് ഓർഗാനിസത്തിൽ നിന്നാണ് ഏത് ഉണ്ടായിട്ടുള്ളതാണ്, ഏതാണ് ഉണ്ടായിട്ടുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ എവല്യൂഷൻ നോക്കിയിട്ട്, അല്ലെങ്കിൽ എവല്യൂഷണറി റിലേഷൻഷിപ്പ് നോക്കിയിട്ട് നമ്മൾ ഓർഗാനിസങ്ങളെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അതുപോലെ മറ്റു പല കാര്യങ്ങളും അടിസ്ഥാനമാക്കി ഓർഗാനിസങ്ങളെ ശാസ്ത്രീയമായി സയൻറ്റിഫിക്കായി ഓർഡർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കാറുള്ളത്. ഈ ഓർഗാനിസങ്ങളെ ക്ലാസിഫൈ ചെയ്യാൻ പലരും പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. ഏറ്റവും ആദ്യ കാലഘട്ടങ്ങളിൽ ഏറ്റവും ആദ്യമായിട്ട് ഓർഗാനിസങ്ങളെ ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിച്ചത് അരിസ്റ്റോട്ടിലായിരുന്നു. അരിസ്റ്റോട്ടിലേതാണ് ഏർലിയസ്റ്റ് അറ്റംപ്റ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ്റെ ഏർലിയസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത്, ഏറ്റവും പഴയ, ഏറ്റവും ആദ്യത്തെ ശ്രമം എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിലാണ് നടത്തിയിട്ടുള്ളത്. അരിസ്റ്റോട്ടിൽ വാസ് ദ ഏർലിയസ്റ്റ് ടു അറ്റംപ്റ്റ് എ സയൻറ്റിഫിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ്. ഓർഗാനിസങ്ങളെ സയൻറ്റിഫിക്കലി ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം. വെറുതെ എന്തെങ്കിലും നോക്കിയിട്ട് മാത്രം അതിനെ ക്ലാസിഫൈ ചെയ്താൽ പോരാ. അവയെ ശാസ്ത്രീയമായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ ഏറ്റവും ആദ്യം അറ്റംപ്റ്റ് ചെയ്തത്, ഏറ്റവും ആദ്യം ശ്രമം നടത്തിയ ആരാണ്? അരിസ്റ്റോട്ടിലാണ്. ഹി ക്ലാസിഫൈഡ് plants into herbs, shrubs and trees, animals into red blooded and non red blooded. അദ്ദേഹം അരിസ്റ്റോട്ടിൽ ഓർഗാനിസങ്ങളെ പ്ലാന്റ്സ് എന്നും ആനിമൽസ് എന്നും ക്ലാസിഫൈ ചെയ്തു. കൂടാതെ ആ പ്ലാന്റ്സിനെ ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ് എന്നിങ്ങനെ 3 വിഭാഗങ്ങളാക്കി ക്ലാസിഫൈ ചെയ്തു. പ്ലാന്റ്സിനെ ഹെർബ്, ഷ്രബ്, ട്രീ. അതുപോലെ തന്നെ ആനിമൽസിനെയും അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു. ആനിമൽസ് ഇൻറ്റു റെഡ് ബ്ലഡഡ് ആൻഡ് നോൺ റെഡ് ബ്ലഡഡ്. ചുവന്ന രക്തമുള്ള ഓർഗാനിസങ്ങളും അതുപോലെ ചുവന്ന രക്തമില്ലാത്ത ഓർഗാനിസങ്ങളെന്നും. ഇത്തരത്തിൽ ഓർഗാനിസങ്ങളെ ഏറ്റവും ആദ്യം ക്ലാസിഫൈ ചെയ്തത് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. ഓക്കെ. പിന്നീട് അതിനുശേഷമാണ് കാൾ ലിനേയസ് കടന്നു വരുന്നത്. കാൾ ലിനേയസ് ഓർഗാനിസങ്ങളെ 2 കിങ്ഡങ്ങളായി ക്ലാസിഫൈ ചെയ്തു. 2 kingdoms. കാൾ ലിനേയസ് ക്ലാസിഫൈഡ് ദ ലിവിങ് ഓർഗാനിസംസ് ഇൻ ടു 2 kingdom. ആ 2 കിങ്ഡമായിട്ട് ക്ലാസിഫൈ ചെയ്തത് കൊണ്ട് തന്നെ ലിനേയസിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ 2 kingdom ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കുന്നു. 2 kingdom ക്ലാസിഫിക്കേഷൻ. ഏതൊക്കെയാണ് ലിനേയസ് കൊണ്ടുവന്ന ആ 2 kingdom ക്ലാസിഫിക്കേഷനിൽ 2 കിങ്ഡങ്ങൾ ഏതൊക്കെയാണ്? കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം അനിമേലിയ. കിങ്ഡം പ്ലാന്റേ, കിങ്ഡം അനിമേലിയ എന്നിങ്ങനെ 2 വിഭാഗമാക്കിയിട്ടാണ് ലിനേയസ് ഓർഗാനിസങ്ങളെ ക്ലാസിഫൈ ചെയ്തത്. പക്ഷേ ലിനേയസ് ഇങ്ങനെ ഓർഗാനിസങ്ങളെ ക്ലാസിഫൈ ചെയ്തപ്പോൾ 2 കിങ്ഡങ്ങളായിട്ട് ഭൂമിയിലുള്ള സകല ഓർഗാനിസങ്ങളെയും അദ്ദേഹം ഈ 2 കിങ്ഡങ്ങളിൽ ഉൾപ്പെടുത്തി. കുറേ എണ്ണത്തെ പ്ലാന്റ്സിനെയും ബാക്കി കുറേ എണ്ണത്തെ അനിമേലിയ എന്ന വിഭാഗത്തിലും ഉൾപ്പെടുത്തി. അങ്ങനെ ഓർഗാനിസങ്ങളെ വെറും 2 കിങ്ഡങ്ങളായി മാത്രം ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിന് ചില ഡ്രോബാക്കുകളുണ്ട്, ചില പരിമിതികളുണ്ട്, ചില പോരായ്മകളുണ്ട്. അതിന് എന്തെല്ലാമായിരുന്നു ലിനേയസ് കൊണ്ടുവന്ന 2 kingdom ക്ലാസിഫിക്കേഷൻ്റെ പോരായ്മകൾ, ഡ്രോബാക്സ് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ, ഇറ്റ് ഡസ് നോട്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്.
ഒരിക്കലും ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ ഓർഗാനിസങ്ങൾ നമ്മൾ വെറും പ്ലാന്റ്, അനിമേലി എന്നീ 2 കിങ്ഡമായി വേർതിരിക്കുമ്പോൾ അതിലൊരിക്കലും ഓർഗാനിസം നമ്മൾ പ്രോകാരിയോട്സ് എന്നും യൂകാരിയോട്സ് എന്നുമുള്ള ഒരു ക്ലാസിഫിക്കേഷൻ അത്തരത്തിൽ നമ്മൾ അവരെ വർഗീകരിക്കുന്നില്ല, അത്തരത്തിൽ ഓർഗാനിസങ്ങൾ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്നില്ല. ഓക്കെ, ഒരു വിഭാഗത്ത് തന്നെ പ്രോകാരിയോട്ടും യൂകാരിയോട്സും എല്ലാം കൂടി വരുന്ന രൂപത്തിൽ ഒരു മിക്സ്ഡ് ആയ രൂപത്തിൽ വരും. അതുകൊണ്ട് പ്രോകാരിയോട്സ് എന്നും യൂകാരിയോട്സ് എന്നും ഓർഗാനിസങ്ങളെ വേർതിരിച്ചില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഡ്രോബാക്ക്, ഒന്നാമത്തെ പോരായ്മ. സെക്കൻഡ്, it does not distinguish between unicellular and multicellular organisms. ഈ ക്ലാസിഫിക്കേഷൻ പ്രകാരം ഓർഗാനിസങ്ങളെ യൂണിസെല്ലാർ എന്നും മൾട്ടിസെല്ലാർ എന്നും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തില്ല. യൂണിസെല്ലാർ, മൾട്ടിസെല്ലാർ എന്നിങ്ങനെ വേർതിരിച്ചില്ല. പകരം എന്ത് ചെയ്തു, ചില ഗ്രൂപ്പുകളിലൊക്കെ യൂണിസെല്ലാറും മൾട്ടിസെല്ലാറും എല്ലാം കൂടി മിക്സ് ചെയ്ത് വന്ന രൂപത്തിലായിരുന്നു. അപ്പോൾ യൂണിസെല്ലാർ എന്നും മൾട്ടിസെല്ലാർ എന്നും വേർതിരിക്കുന്ന ഒരു അവസ്ഥ ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ ഇല്ലായിരുന്നു. അടുത്തത്, ഇറ്റ് ഡസ് നോട്ട് ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഫോട്ടോസിന്തറ്റിക് ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക്. ഇവിടെ ഓർഗാനിസങ്ങളെ ഫോട്ടോസിന്തറ്റിക് എന്നും നോൺ ഫോട്ടോസിന്തറ്റിക് എന്നും 2ആയി ക്ലാസിഫൈ ചെയ്തില്ല. അതായത് ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഗ്രീൻ ആൽഗകളും അതുപോലെ നോൺ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാത്ത, ഫോട്ടോസിന്തസിസ് നടത്താത്ത ഫംഗസും എല്ലാം കൂടി ഒരു ഗ്രൂപ്പിൽ തന്നെ വരുന്ന രൂപത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. അപ്പോൾ ഓർഗാനിസങ്ങളെ 3 രൂപം പഠിക്കാൻ എളുപ്പമാണ്. ഒന്നാമത്തെ പറഞ്ഞത് പ്രോകാരിയോട്സ്, യൂകാരിയോട്സ് എന്നിങ്ങനെ വേർതിരിച്ചില്ല. രണ്ടാമത്തത് യൂണിസെല്ലാർ, മൾട്ടിസെല്ലാർ എന്നിങ്ങനെ വേർതിരിച്ചില്ല. മൂന്നാമത്തത് ഫോട്ടോസിന്തറ്റിക്, നോൺ ഫോട്ടോസിന്തറ്റിക് എന്നിങ്ങനെ ഓർഗാനിസങ്ങളെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്തില്ല. ഇനിയോ, included bacteria, blue green algae and fungi in kingdom Plantae because of the presence of cell wall. ഇവിടെ ബാക്ടീരിയകളെയും അതുപോലെ തന്നെ ബ്ലൂ ഗ്രീൻ ആൽഗ എന്നു പേരുള്ള പഠിക്കാനുണ്ട്, സയനോ ബാക്ടീരിയ എന്ന് പറയുന്ന ഓർഗാനിസങ്ങളെയും അതുപോലെ ഫംഗസുകളെയും എല്ലാം കൂടി പ്ലാന്റേ എന്ന കിങ്ഡത്തിൽ ഉൾപ്പെടുത്തി. കാരണം എന്തുകൊണ്ട്? സെൽ വാൾ ഉണ്ട് എന്നുള്ള ഒരു കാരണം കൊണ്ട് ഈ പറഞ്ഞ എല്ലാവരെയും കൂടെ ഒരു ഗ്രൂപ്പിൽ തന്നെ, ഒരു വിഭാഗത്തിൽ തന്നെ, ഒരു കിങ്ഡത്തിൽ തന്നെ, പ്ലാന്റേ എന്ന ഒറ്റ കിങ്ഡത്തിൽ ഉൾപ്പെടുത്തി എന്നുള്ളതും ഇതിൻ്റെ വലിയൊരു പോരായ്മയായിരുന്നു, ഡ്രോബാക്ക് ആയിരുന്നു. മറ്റൊരു ഡ്രോബാക്കാണ് എ ലാർജ് നമ്പർ ഓഫ് ഓർഗാനിസംസ് ഡിഡ് നോട്ട് ഫാൾ ഇൻ ടു ഐദർ കാറ്റഗറി. 2 കിങ്ഡങ്ങളാകെ ഉള്ളൂ. ഏതൊക്കെയാണ്? പ്ലാന്റേ എന്ന കിങ്ഡവും അനിമേലിയ എന്ന കിങ്ഡവും. ഈ 2 കിങ്ഡത്തിലും ഉൾപ്പെടാത്ത ഒരുപാട് ഓർഗാനിസങ്ങൾ ഉണ്ടായിരുന്നു. എ ലാർജ് നമ്പർ ഓഫ് ഓർഗാനിസംസ് ഡിഡ് നോട്ട് ഫാൾ ഇൻ ടു ഐദർ കാറ്റഗറി. ഈ 2 കാറ്റഗറിയിലും, പ്ലാന്റേ എന്ന കാറ്റഗറിയിലും അനിമേലിയ എന്ന കാറ്റഗറിയിലും ഉൾപ്പെടാത്ത ഒരുപാട് ഓർഗാനിസങ്ങളും ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് കാൾ ലിനേസ് കൊണ്ടുവന്ന 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ഡ്രോബാക്കുകൾ, അതിൻ്റെ പോരായ്മകൾ. ലിനേയസിൻ്റെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷന് ശേഷമാണ് പിന്നീട് RH വിറ്റാക്കർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരുന്നത്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഈസ് പ്രൊപ്പോസ്ഡ് ബൈ RH വിറ്റാക്കർ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അഥവാ ഓർഗാനിസങ്ങളെ 5 കിങ്ഡങ്ങളായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, 5 കിങ്ഡങ്ങളായി വേർതിരിച്ചിരിക്കുന്നു. ആര്? RH വിറ്റാക്കർ അദ്ദേഹത്തിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ. ഏതൊക്കെയാണ് RH വിറ്റാക്കറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ ആ 5 കിങ്ഡങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കുന്നതിന് മുമ്പ് എന്തിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഓർഗാനിസങ്ങളെ ഇങ്ങനെ 5 കിങ്ഡങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്ത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഒന്നാമത്തത് സെൽ സ്ട്രക്ചർ. സെല്ലിൻ്റെ ഘടന, സെല്ലിൻ്റെ സ്ട്രക്ചർ പരിഗണിച്ച് ഓർഗാനിസങ്ങളെ ക്ലാസിഫൈ ചെയ്തു. താലസ് ഓർഗനൈസേഷൻ, അതിൻ്റെ ബോഡിയുടെ ഓർഗനൈസേഷൻ്റെ അടിസ്ഥാനത്തിൽ, ആ ബോഡിയുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ ബോഡിയുടെ ഓർഗനൈസേഷൻ അടിസ്ഥാനത്തിൽ. അതുപോലെ മോഡ് ഓഫ് ന്യൂട്രീഷൻ, അവയുടെ പോഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് അവ ആഹാരം കഴിക്കുന്നത്? സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുകയാണോ, അതല്ല മറ്റു ജീവികളെ ഡിപ്പെൻഡ് ചെയ്യണോ, മറ്റു ജീവികൾ ആശ്രയിക്കുകയാണെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഏത് രൂപത്തിലാണ് എന്നൊക്കെ ഇങ്ങനെ അവരുടെ ന്യൂട്രീഷൻ്റെ മെത്തേഡ് നോക്കിയിട്ട്, ന്യൂട്രീഷൻ്റെ മോഡ് നോക്കിയിട്ട്. അതുപോലെ റീപ്രൊഡക്ഷൻ, ആ ഓർഗാനിസം നടക്കുന്ന റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണോ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണോ, അസെക്ഷൽ റീപ്രൊഡക്ഷനെ തന്നെ ഏത് രൂപത്തിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് എന്നിങ്ങനെ റീപ്രൊഡക്ഷനെ ബേസ് ചെയ്തും ക്ലാസിഫിക്കേഷൻ നടത്തി. അതുപോലെ എവല്യൂഷണറി റിലേഷൻഷിപ്പ്, ഓർഗാനിസങ്ങൾ തമ്മിലുള്ള പരിണാമപരമായ ബന്ധം, എവല്യൂഷണറി റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനത്തിലും ഇങ്ങനെ 5 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്
RH വിറ്റാക്കർ ഈ ഭൂമിയിലുള്ള സകല ഓർഗാനിസങ്ങളെയും 5 കിങ്ഡങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്തത്? ശരി, ഇത്തരത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന, അതായത് RH വിറ്റാക്കർ പ്രൊപ്പോസ് ചെയ്ത 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ ആ 5 കിങ്ഡങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ കിങ്ഡം മൊണീറ, കിങ്ഡം മൊണീറ. നെക്സ്റ്റ് വൺ കിങ്ഡം പ്രോട്ടിസ്റ്റ. The third kingdom is kingdom fungi. Fourth one kingdom plantae and fifth one kingdom animalia. ചെറിയ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ ഓർഗാനിസങ്ങളുടെ ക്ലാസിഫിക്കേഷൻ. കിങ്ഡം മൊണീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം അനിമേലിയ എന്നിങ്ങനെ ഓർഗാനിസങ്ങളെ RH വിറ്റാക്കർ 5 കിങ്ഡങ്ങളിലായിട്ട് ഉൾപ്പെടുത്തി. ഇനി നമ്മൾ ഈ ഓർഗാനിസങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ തുടങ്ങുമ്പോൾ, അഥവാ ഓരോ കിങ്ഡം നമ്മൾ പഠിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഓരോ കിങ്ഡം നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് ഈ 5 കിങ്ഡങ്ങളെയും നമ്മൾ പരസ്പരം ഒന്ന് കമ്പയർ ചെയ്യുകയാണ്. ഈ 5 കിങ്ഡങ്ങളിലെയും അതിൻ്റെ സെൽ ടൈപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പ്രോകാരിയോട്സ്, യൂകാരിയോട്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആരെയാണ് പ്രോകാരിയോട്സ് എന്ന് വിളിക്കാറുള്ളത്? പ്രോകാരിയോട്സ് എന്ന് വിളിക്കാറുള്ളത് ഒരു ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ഇല്ലാത്ത, ഒരു കൃത്യമായ ന്യൂക്ലിയസ് അഥവാ മർമ്മമില്ലാത്ത ജീവികളെയാണ് നമ്മൾ പ്രോകാരിയോട്സ് എന്ന് വിളിക്കാറുള്ളത്. എന്നാൽ യൂകാരിയോട്സ് ഉണ്ട് അല്ലെ, കൃത്യമായിട്ടുള്ള ന്യൂക്ലിയസും മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്. ഒരു സെല്ലിനകത്ത് ഒരുപാട് ഓർഗനൽസ് ഉണ്ട്. നിങ്ങൾക്കറിയാം ഏതൊക്കെയാണ് ഓർഗനൽസ്? റൈബോസോം, ലൈസോസോം, മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി ബോഡി, ഇങ്ങനെയുള്ള ഈ ഓർഗനൽസ് ഒക്കെ മെംബ്രെയിൻ ബൗണ്ട് ആണ്. ഇതിന് പൊതിഞ്ഞ് മെംബ്രെയിൻ ഉണ്ടാവും. ആ ഓർഗനൽസിനെല്ലാം പൊതിഞ്ഞുകൊണ്ട് മെംബ്രെയിൻ ഉണ്ടാവും. ഇത്തരത്തിൽ കൃത്യമായ ന്യൂക്ലിയസും മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസും ഉള്ള ജീവികളെ നമ്മൾ യൂകാരിയോട്സ് എന്നും, കൃത്യമായ ന്യൂക്ലിയസോ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസോ ഇല്ലാത്ത ഓർഗാനിസങ്ങളെ നമ്മൾ പ്രോകാരിയോട്സ് എന്നുമാണ് വിളിക്കാറുള്ളത്. അപ്പോൾ സെൽ ടൈപ്പ് നമ്മൾ കമ്പയർ ചെയ്യും. അതുപോലെ സെൽവാളിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ സെൽവാളിലെ കമ്പണൻറ്റ്. ചില ഓർഗാനിസങ്ങൾക്ക് സെൽവാൾ ഉണ്ട്, ചില ഓർഗാനിസങ്ങൾക്ക് ചില കിങ്ഡങ്ങളിൽ സെൽവാൾ ഇല്ല. സെൽവാൾ ഉള്ളതിൽ തന്നെ ചില കെമിക്കൽസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഏതെല്ലാം കെമിക്കൽസ് കൊണ്ടാണ് ആ സെൽവാൾ ഉള്ളവയിൽ ഏത് കെമിക്കലാണ് ആ സെൽവാളിൻ്റെ മെയിൻ കമ്പോണൻ്റ് ആയിട്ട് വരുന്നത്? അതുപോലെ മൂന്നാമതായി നമ്മൾ കമ്പയർ ചെയ്യുന്നത് ന്യൂക്ലിയർ മെംബ്രെയിൻ ആണ്. ന്യൂക്ലിയർ മെംബ്രെയിൻ ആണ് ന്യൂക്ലിയസിൻ്റെ പുറത്തുള്ള മെംബ്രെയിൻ. ആ ന്യൂക്ലിയർ മെംബ്രെയിൻ ഉള്ളവരുണ്ട്, ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ലാത്തവരുണ്ട്. അതുപോലെ ബോഡി ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവരുടെ ബോഡിയുടെ ഘടന, ഓർഗനൈസേഷൻ, ക്രമീകരണം എങ്ങനെയാണ്? ചിലപ്പോൾ യൂണിസെല്ലാർ ഓർഗാനിസം ആണെങ്കിൽ വെറും സെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ, ആകെ ഒരു സെല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ? ഇനി ഒന്നിൽ കൂടുതൽ സെല്ലുണ്ടെങ്കിൽ ചിലപ്പോൾ ആ സെല്ലുകൾ കമ്പൈൻ ചെയ്ത് ടിഷ്യൂ ആയി മാറിയിട്ടുണ്ടാകും. ഇനി അതിലും കോംപ്ലക്സ് ആയ ഓർഗാനിസങ്ങളുമാണെങ്കിൽ ആ ടിഷ്യൂസ് കമ്പൈൻ ചെയ്ത് ഓർഗൻസ് ആയി മാറിയിട്ടുണ്ടാകും. കൂടുതൽ കോംപ്ലക്സ് ആണെങ്കിൽ ഓർഗൻസ് കൂടി ചേർന്ന് ഓർഗൻ സിസ്റ്റം ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ അതുപോലെ ബോഡി ഓർഗനൈസേഷൻ എങ്ങനെയാണ് ഈ 5 കിങ്ഡങ്ങളിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. അതുപോലെ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവരാണോ അല്ലേ, അഥവാ ഓട്ടോട്രോഫിക് ഓർഗാനിസങ്ങളാണോ അല്ലേ? അതേപോലെ തന്നെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഹെട്രോട്രോഫിക് ഓർഗാനിസങ്ങളാണോ? അങ്ങനെയാണെങ്കിൽ ഹെട്രോട്രോഫിക് ഓർഗാനിസങ്ങൾ തന്നെ പല രൂപത്തിൽ മറ്റുള്ള ജീവികളെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. അത് ഏത് രൂപത്തിലുള്ള ഹെട്രോട്രോഫിക് ഓർഗാനിസങ്ങളാണ് എന്നിങ്ങനെ നമ്മളൊന്ന് ഒരു കമ്പയർ ചെയ്യുകയാണ്. കൃത്യമായിട്ട് ഈ കോളം മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് അടുത്ത ഭാഗങ്ങൾ പഠിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഈ 5 കിങ്ഡങ്ങളിലും, കിങ്ഡങ്ങളുടെ പേരൊന്നും കൂടി പറഞ്ഞേ, കിങ്ഡം മൊണീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം അനിമേലിയ. ഈ 5 കിങ്ഡങ്ങളെ നമ്മൾ പരസ്പരം കമ്പയർ ചെയ്യുകയാണ്. ആദ്യമായി സെൽ ടൈപ്പ് നോക്കാം. സെൽ ടൈപ്പ് നോക്കുമ്പോൾ മൊണീറ പ്രോകാരിയോട്ടിക് ഓർഗാനിസങ്ങളാണ്. കിങ്ഡം പ്രോട്ടിസ്റ്റ ഉൾപ്പെടുന്നത് യൂകാരിയോട്ടിക് ഓർഗാനിസങ്ങളാണ്. കിങ്ഡം ഫഞ്ചൈ യൂകാരിയോട്ടിക് ഓർഗാനിസങ്ങളാണ്. കിങ്ഡം പ്ലാന്റിൽ വരുന്ന മുഴുവൻ ഓർഗാനിസങ്ങളും യൂകാരിയോട്ടിക് ആണ്. കിങ്ഡം അനിമേലിയയിലും യൂകാരിയോട്ടിക് ആണ്. എന്ന് പറഞ്ഞാൽ കിങ്ഡം മൊണീറയിൽ മാത്രമാണ് പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസങ്ങൾ വരുന്നത്. ബാക്കിയുള്ള എല്ലാ കിങ്ഡങ്ങളിലും യൂകാരിയോട്ടിക് ആയ കൃത്യമായ ന്യൂക്ലിയസും മെംബ്രെയിൻ ബൗണ്ട് ഓർഗാനിസം ഉള്ള ജീവികളാണ്. ഇനി നമ്മൾ സെൽവാൾ നോക്കാം. സെൽവാൾ എന്ന് പറയുമ്പോൾ കിങ്ഡം മൊണീറയിലെ അതിലുൾപ്പെടുന്ന ഓർഗാനിസങ്ങളുടെ സെൽവാൾ നോക്കിക്കഴിഞ്ഞാൽ ആ സെൽവാള് അതിൽ സെല്ലുലോസ് ഇല്ല.
സെല്ലുലോസ് ഇല്ലാത്ത സെൽ വാളാണ്. പിന്നെ എന്തുണ്ട്? സെല്ലുലോസിന് പകരം പോളിസാക്കറൈഡും അമിനോ ആസിഡുമാണ് ആ സെൽ വാളിൻ്റെ പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത്. ഇനി പ്രോട്ടിസ്റ്റയിൽ എല്ലാവർക്കും കൃത്യമായ സെൽ വാൾ ഇല്ല, ചിലതിൽ എന്തുണ്ട്? സെൽ വാൾ കാണപ്പെടുന്നുണ്ട്. കിങ്ഡം ഫഞ്ചി നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായ സെൽ വാൾ ഉണ്ട്, പക്ഷെ സെല്ലുലോസ് ഇല്ലാത്ത വിത്തൗട്ട് സെല്ലുലോസ് ആണ് അതിൻ്റെ സെൽ വാൾ എന്ന് പറയുന്നത്. പ്ലാന്റ് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായ സെൽ വാൾ ഉണ്ട്, ആ സെൽ വാൾ സെല്ലുലോസ് തന്നെയാണ് പ്ലാന്റ് സെൽ വാളിലെ മെയിൻ ഘടകം. എന്നാൽ കിങ്ഡം അനിമേലിയ, നമ്മൾ മനുഷ്യന്മാർ ഉൾപ്പെടുന്ന കിങ്ഡമാണ് കിങ്ഡം അനിമേലിയ, അവിടെ സെൽ വാളില്ല. ഭൂമിയിലെ സകല പ്ലാന്റ്സും ഉൾപ്പെടുന്നതാണ്, ആൽഗകൾ ഉൾപ്പെടെയുള്ള സകല പ്ലാന്റ്സും ഉൾപ്പെടുന്നതാണ് കിങ്ഡം പ്ലാന്റ്, അവർക്ക് സെൽ വാൾ ഉണ്ട്. അപ്പോൾ ആർക്കൊക്കെ സെൽ വാൾ ഇല്ലാത്തത് ആർക്കൊക്കെയാണ് നോക്കാം നമുക്ക്. ആർക്കൊക്കെയാണ് സെൽ വാൾ ഇല്ലാത്തത്? സെൽ വാൾ ഇല്ലാത്തത് ഒന്ന്, പ്രോട്ടിസ്റ്റയിൽ കാര്യമായിട്ട് എന്തില്ല? സെൽ വാളില്ല, ചില ജീവികൾ മാത്രമേ സെൽ വാളുള്ളൂ. അതേപോലെ തന്നെ അനിമേലിയയിലും എന്തില്ല? സെൽ വാളില്ല. അപ്പോൾ സെൽ വാൾ ഇല്ലാത്ത കിങ്ഡങ്ങളാണ് കിങ്ഡം പ്രോട്ടിസ്റ്റയും അതേപോലെ തന്നെ കിങ്ഡം അനിമേലിയയും. പ്രോട്ടിസ്റ്റയിൽ കുറച്ച് ഓർഗാനിസങ്ങൾ മാത്രമേ സെൽ വാൾ കാണുന്നുള്ളൂ. ഇനി ന്യൂക്ലിയർ മെംബ്രെയിൻ നോക്കാം. നമുക്കറിയാം മെംബ്രെയിൻ ബൗണ്ട് ഓർഗാനിസ് ഇല്ലാത്തത് എവിടെയാണ്? പ്രോകാരിയോട്സിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പ്രോകാരിയോട്സിൽ കൃത്യമായ ന്യൂക്ലിയസ് ഉണ്ടാവില്ല, മെംബ്രെയിൻ ബൗണ്ട് ഓർഗാനിൽസും ഉണ്ടാവില്ല. അപ്പോൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗാനിൽസ് ഇല്ലാത്തത് പ്രോകാരിയോട്സിലായിരിക്കും, പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസങ്ങളിലായിരിക്കും. അത്തരത്തിലുള്ള ഓർഗാനിസം ഏതിലാണ് വരുന്നത്? മൊണീറ മാത്രമാണ് പ്രോകാരിയോട്ടിക് ആയ ഓർഗാനിസങ്ങൾ. അതുകൊണ്ട് മൊണീറയിൽ എന്തുണ്ടാവില്ല? മൊണീറയിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടാവില്ല, ബിക്കോസ് ദേ ആർ പ്രോകാരിയോട്സ് അല്ലേ. ബാക്കിയുള്ള എല്ലാവരും യൂകാരിയോട്സ് ആണ്. അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ കിങ്ഡങ്ങളിലും കൃത്യമായ ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടാകും. ഇനി ബോഡി ഓർഗനൈസേഷൻ നോക്കാം. ബോഡി ഓർഗനൈസേഷൻ നോക്കുമ്പോൾ മൊണീറയും പ്രോട്ടിസ്റ്റയും സെല്ലുലാർ ആണ് എന്ന് പറഞ്ഞാൽ മൊണീറയും പ്രോട്ടിസ്റ്റയും സെൽ കൊണ്ട് മാത്രം, ഒരു സിംഗിൾ സെല്ല് കൊണ്ട് മാത്രം നിർമ്മിച്ചത്. അതുകൊണ്ട് നമ്മൾ അവരെ യൂണിസെല്ലാർ ഓർഗാനിസംസ് എന്ന് വിളിക്കാം. യൂണിസെല്ലാർ ഓർഗാനിസംസ് ആണ് കിങ്ഡം മൊണീറയിലും കിങ്ഡം പ്രോട്ടിസ്റ്റയിലും ഉൾപ്പെടുന്നത്. എന്നാൽ പിന്നീട് കിങ്ഡം ഫഞ്ചി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ധാരാളം സെല്ലുകളുണ്ട്. മൾട്ടി സെല്ലാറാണ് അവ, യൂണിസെല്ലാർ അല്ല, മൾട്ടി സെല്ലാറാണ്. അതുപോലെ ലൂസ് ടിഷ്യൂസും അവിടെ കാണപ്പെടുന്നുണ്ട്. ലൂസായിട്ട് ഈ സെല്ലുകൾ പരസ്പരം കമ്പൈൻ ചെയ്ത് ലൂസ് ടിഷ്യൂസ് കാണപ്പെടുന്നുണ്ട്. പ്ലാന്റയിലേക്ക് പോകുമ്പോൾ അവിടെ ടിഷ്യൂസും ഉണ്ടാവാറുണ്ട്, ചിലതിൽ ഓർഗൻ ലെവലിലേക്കും മാറിയിട്ടുണ്ട്. ഓർഗൻസും ഉണ്ട് ചില പ്ലാന്റയിൽ ഉൾപ്പെടുന്ന ചില ഓർഗാനിസങ്ങളിൽ. എന്നാൽ അനിമേലിയ നോക്കുകയാണെങ്കിൽ ടിഷ്യൂസും ഓർഗൻസ് ഉണ്ടാവാറുണ്ട്, ഓർഗൻ സിസ്റ്റംസും ഉണ്ടാവാറുണ്ട്. അപ്പോൾ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസങ്ങൾ വരുന്ന കിങ്ഡം ഏതെല്ലാം കിങ്ഡങ്ങളിലാണ് യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസങ്ങൾ വരുന്നത്? ആൻസർ കിങ്ഡം മൊണീറ ആൻഡ് കിങ്ഡം പ്രോട്ടിസ്റ്റ. അടുത്ത നമ്മൾ മോഡ് ഓഫ് ന്യൂട്രീഷൻ നോക്കുകയാണ്. മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്താണ്? മോഡ് ഓഫ് ന്യൂട്രീഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവ ഏത് രൂപത്തിലാണ് അവ ഫുഡ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. ഒന്നാമത്തേത് കിങ്ഡം മൊണീറ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കാര്യം കൂടി കൂടെ ഓർക്കുക. ഈ കൂട്ടത്തിന് മനസ്സിലാക്കേണ്ടത് കിങ്ഡം മൊണീറയിലാണ് ബാക്ടീരിയകളെല്ലാം വരിക. ബാക്ടീരിയകളൊക്കെ വരുന്നത് കിങ്ഡം മൊണീറയിലാണ്. ആദ്യ കിങ്ഡത്തിലാണ് ബാക്ടീരിയകൾ വരുന്നത്. കാരണം ബാക്ടീരിയകളാണല്ലോ പ്രോകാരിയോട്സ് അല്ലേ, ബാക്ടീരിയകൾ പ്രോകാരിയോട്സ് ആണ്. അപ്പോൾ കിങ്ഡം മൊണീറ, ബാക്ടീരിയ ഉൾപ്പെടുന്ന കിങ്ഡം മൊണീറയുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ എങ്ങനെയാണ് കുട്ടികളെ? ഓട്ടോട്രോഫിക് ആണ്, സ്വന്തമായി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവരാണ്. ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്, അവർക്ക് ആവശ്യമായ ഫുഡ് അവർ സ്വന്തമായി പ്രിപ്പയർ ചെയ്യുന്നു. ഇനി ഓട്ടോട്രോഫിക് ഓർഗാനിസങ്ങളിൽ തന്നെ രണ്ട് തരത്തിലുള്ള ഓർഗാനിസങ്ങളുണ്ട്. ഓട്ടോട്രോഫിക് ഓർഗാനിസങ്ങൾ തന്നെ രണ്ട് തരത്തിലുണ്ട്. കീമോസിന്തറ്റിക്കും ഉണ്ട്, ഫോട്ടോസിന്തറ്റിക്കും ഉണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കാനുണ്ട്. എന്തായാലും ഫോട്ടോസിന്തറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ സൺലൈറ്റ് ഫോട്ടോൺ ഉപയോഗിക്കുന്നു. ഫോട്ടോൺ ആണ് ഫോട്ടോ സിന്തസിസ് എന്ന വാക്കിന് അർത്ഥം എന്താണ്? നിർമ്മാണം അല്ലേ. അപ്പോൾ ഫോട്ടോസിന്തറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഉപയോഗിച്ച് സിന്തസൈസ് ചെയ്യുന്നു, ലൈറ്റ് ഉപയോഗിച്ച് നിർമ്മിക്കുന്നു. എന്നാൽ കീമോസിന്തറ്റിക് ഉണ്ട്. കീമോസിന്തറ്റിക് ചില കെമിക്കൽസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ട്, അവ ജീവിക്കുന്ന അതിൻ്റെ ചുറ്റുപാടിലുള്ള ചില കെമിക്കൽസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ട് അതിൽ നിന്നും ആ കെമിക്കൽസ് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ആ രാസവസ്തുക്കൾ വിഘടിക്കപ്പെടുമ്പോൾ കിട്ടുന്ന ലിബറേറ്റ് ചെയ്യുന്ന സ്വതന്ത്രമാക്കപ്പെടുന്ന ഊർജം ഉപയോഗിച്ചുകൊണ്ട്, എനർജി ഉപയോഗിച്ചുകൊണ്ട്. എങ്ങനെ? ഫോട്ടോസിന്തറ്റിക് എന്ന് പറഞ്ഞാൽ സൺലൈറ്റ് സോളാർ എനർജി യൂട്ടിലൈസ് ചെയ്ത് ഫുഡ് ഉണ്ടാക്കുകയാണ്. കീമോസിന്തറ്റിക് എന്ന് പറഞ്ഞാൽ
കെമിക്കൽസ് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഒബ്റ്റെയിൻ ചെയ്യുന്ന ലിബറേറ്റ് ചെയ്യുന്ന എനർജി ഉപയോഗിച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവരെയാണ് നമ്മൾ കീമോസിന്തറ്റിക് ബാക്ടീരിയ അല്ലെ കീമോസിന്തറ്റിക് എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ ഈ മൊണീറയിൽ ഓട്ടോട്രോഫിക് ഓർഗാനിസങ്ങൾ കാണാറുണ്ട്. ആ ഓട്ടോട്രോഫിക് തന്നെ കീമോസിന്തറ്റിക്കും ഉണ്ട്, ഫോട്ടോസിന്തറ്റിക്കും ഉണ്ട്. മാത്രമല്ല അവരിൽ ഹെട്രോട്രോഫിക് ഓർഗാനിസങ്ങളും വരുന്നുണ്ട്. ബാക്ടീരിയയിൽ തന്നെ ചിലത് ഓട്ടോട്രോഫിക് ആണ്, എന്നാൽ ചിലത് ഹെട്രോട്രോഫിക് ആണ്. ഹെട്രോട്രോഫിക് എന്ന് പറഞ്ഞാൽ അവയിൽ സാപ്രോഫൈറ്റുകളുണ്ട്, പാരസൈറ്റുകളുണ്ട്. കുട്ടികളെ, എന്താ ഈ സാപ്രോഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മലയാളത്തിൽ പറഞ്ഞാൽ മൃതശരീരം ആഹാരമാക്കുന്ന ജീവികൾ, മൃതഭോജികൾ എന്നൊക്കെ പറയാം. മൃതശരീരങ്ങൾ, ചത്തുകഴിഞ്ഞ് മണ്ണിനോട് ചേർന്ന ജീവികളുടെ ശരീരം, മണ്ണിനോട് ചേർന്ന ജീവികളുടെ ആ ശരീരം, അതിനെ ആഹാരമായി സ്വീകരിക്കുന്നവരെയാണ് നമ്മൾ ഹെട്രോട്രോഫിക് എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ, മൃതഭോജികൾ എന്ന് വിളിക്കാം. അതുപോലെ അടുത്ത് പാരസൈറ്റുകളാണ്. പാരസൈറ്റുകളും ഹെട്രോട്രോഫിക് ഓർഗാനിസങ്ങളാണ്. ഒറ്റ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ തലയിലുള്ള പേൻ, ലൈസ് അല്ലെ, പേനുകൾ. ലൈസ് ഒരു പാരസൈറ്റാണ്. പാരസൈറ്റ് എന്ന് വിളിക്കാൻ കാരണം അവയെ കൊണ്ട് നമുക്ക് യാതൊരു ഗുണവുമില്ല. നമ്മളെ നെഗറ്റീവായിട്ടാണ് അവ ബാധിക്കുന്നത്, നമ്മളെ അഡ്വേഴ്സ് ആയിട്ടാണ് അവ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ഹെട്രോട്രോഫിക് ഓർഗാനിസങ്ങൾ എന്ന് പറഞ്ഞാൽ അത് സാപ്രോഫൈറ്റുകളുണ്ട്. ചത്തതിന് ശേഷം ഫുഡായി സ്വീകരിക്കുന്നവരാണ് സാപ്രോഫൈറ്റുകൾ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഹോസ്റ്റിൻ്റെ ബോഡിയിൽ എത്തുന്നവരാണ് പാരസൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഓട്ടോട്രോഫിക് ഓർഗാനിസങ്ങളും ഹെട്രോട്രോഫിക് ഓർഗാനിസങ്ങളും കിങ്ഡം മൊണീറയിൽ വരുന്നുണ്ടെങ്കിൽ എന്താ കിങ്ഡം പ്രോട്ടിസ്റ്റഡ് അവസ്ഥ? അവിടെയും ഇതുപോലെ തന്നെയാണ്. ഓട്ടോട്രോഫിക് ഓർഗാനിസങ്ങളുമുണ്ട്, ഹെട്രോട്രോഫിക് ഓർഗാനിസങ്ങളുമുണ്ട്. പക്ഷേ ഓട്ടോട്രോഫിക് ഓർഗാനിസങ്ങളിൽ എന്തില്ല? കീമോസിന്തറ്റിക് ഇല്ല, ഫോട്ടോസിന്തറ്റിക് മാത്രമേ ഉള്ളൂ. എന്താണ്? ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഓട്ടോട്രോഫിക് ഓർഗാനിസങ്ങളുണ്ട്, അതുപോലെ ഹെട്രോട്രോഫിക് ഓർഗാനിസങ്ങളുമുണ്ട്. ഇനി കിങ്ഡം ഫഞ്ചൈ നോക്കൂ. കിങ്ഡം ഫഞ്ചൈയിൽ ആരാ വരുന്നത്? അവിടെ ആരില്ല? ഓട്ടോട്രോഫിക് ഓർഗാനിസങ്ങളേ ഇല്ല. കിങ്ഡം ഫഞ്ചൈയിൽ ആരില്ല? ഓട്ടോട്രോഫിക് ഓർഗാനിസങ്ങൾ തീരെയില്ല. അവിടെയുള്ള എല്ലാവരും ഹെട്രോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസങ്ങളാണ്. മറ്റു ജീവികളെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ്. സ്വന്തമായി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവർ എവിടെയില്ല? കിങ്ഡം ഫഞ്ചൈ, ഫംഗസുകളിൽ, കിങ്ഡം ഫഞ്ച് എന്ന വിഭാഗത്തിൽ സ്വന്തമായി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവർ തീരെയില്ല. ഹെട്രോട്രോഫിക് മാത്രമാണ്. സാപ്രോഫൈറ്റുകളും ആവാം, പാരസൈറ്റുകളും ആവാം. ഇനി കിങ്ഡം പ്ലാന്റേ, നമുക്കറിയാം പ്ലാന്റ്സ്, സസ്യങ്ങൾ, അവ സ്വന്തമായി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവരാണ് അല്ലേ. സൺലൈറ്റ് ഉപയോഗിച്ചാണ് അവ ഫുഡ് പ്രിപ്പയർ ചെയ്യുക. അതുകൊണ്ട് അവ ഓട്ടോട്രോഫിക് ആണ്. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ഓർഗാനിസങ്ങളാണ്. ഇനി നമ്മൾ ഉൾപ്പെടുന്ന അനിമൽ വിഭാഗത്തിൽ ആരാ വരുന്നത്? ഹെട്രോട്രോഫിക് ഓർഗാനിസങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ സ്വന്തമായി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് സൺലൈറ്റ് എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട്? ഇല്ല. നമ്മളെല്ലാവരും അനിമലിൽ ഉൾപ്പെടുന്ന മുഴുവൻ ഓർഗാനിസങ്ങളും ഹെട്രോട്രോഫിക് ഓർഗാനിസങ്ങളാണ്. അത് ഹോളോസോയിക് വിഭാഗത്തിൽ പെടുന്നവരുമുണ്ട്, സാപ്രോഫൈറ്റിക് ഓർഗാനിസങ്ങളുമുണ്ട്. ഹോളോസോയിക്കുമുണ്ട്, അതുപോലെ തന്നെ സാപ്രോഫൈറ്റിക്കുമുണ്ട്. രണ്ടും ഹെട്രോട്രോഫിക് എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ RH വിറ്റാക്കർ കൊണ്ടുവന്നിട്ടുള്ള 5 കിങ്ഡങ്ങളെ സംബന്ധിച്ച് അവയെ തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഈ പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പറഞ്ഞ ടേംസ് ഉൾപ്പെടുത്തിയിട്ടാണ് ഓരോ കിങ്ഡങ്ങളും നമുക്ക് പഠിക്കാനുള്ളത്. ചാപ്റ്ററിൻ്റെ തുടക്കം മുതൽ തന്നെ ഓരോ പോയിന്റുകളും കൃത്യമായിട്ട് പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം, നല്ല മാർക്ക് വാങ്ങാം, നന്നായിട്ട് വിജയിക്കാം. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.